എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തിയാണ്. ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പനമ്പള്ളി നഗറിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത്രയും നേരം അവർ അന്വേഷിച്ചിട്ടില്ല. അവരുടെ മകളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് വന്നത്. ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ ഞാൻ തീർച്ചയായും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ വിളിച്ചു പറഞ്ഞിട്ട് അവർ നോക്കിയത്. അതിന് പേരും അവർ നോക്കിയില്ല. ഞാൻ പോലീസുകാരെയും ന്യൂസ് ചാനലും വിളിച്ചു പറഞ്ഞു ഞാൻ അറിയിച്ചത്. മിനിസ്റ്റർ പോലും പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്നാ. ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ പ്ലീസ്. എൻ്റെ പേര് ഗിരീഷ്. അതെ, എന്റെ വൈഫിന്റെ അമ്മയുടെ അനിയൻ. താങ്കൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അങ്ങനെ പിന്നീട് ഒരു പരിശോധനയിലേക്ക് പോയത്. അങ്ങനെ തന്നെയാണ്. അതെ, അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ചേട്ടാ. ഞാൻ ചെല്ലട്ടെ. സ്മൃതി, ഇപ്പോൾ മരണമടഞ്ഞ ആളുടെ ബന്ധു തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ആദ്യഘട്ടത്തിൽ അവിടെ ഒരു ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നൊരു വിലയിരുത്തലായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ഒരു ശുചിമുറിയുടെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണുവെന്ന് ലാഘവത്വത്തോടു കൂടി പറയേണ്ടി വന്നു. പക്ഷെ പിന്നീട് ബന്ധുക്കൾക്ക് സംശയം തോന്നുന്നു. കാണാനില്ലാത്ത ആളിൻ്റെ ബന്ധു തന്നെ വിളിച്ചു പറയുന്നു, പരിശോധിക്കണം, അവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കൃത്യമായി പറയുന്നു. അങ്ങനെ നടത്തിയ പരിശോധന, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരിശോധന നടത്തിയത് എന്നാണ് ഇപ്പോൾ പ്രതികരിച്ച അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മാനസികമായി വളരെയധികം വിഷമത്തിലായിരുന്നു, വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരുപക്ഷെ അങ്ങനെ ഒരു അത്യാഹിതം നടന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ പരിശോധനകൾ നടത്തുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് ബന്ധു പ്രതികരിച്ചിട്ടുള്ളത്. സ്മൃതി.